അതേ സന്ദർഭത്തിൽ അല്ലാഹു തആല പറയുന്നത് എന്താണ്? നിങ്ങൾ വേറെ ആരെ സമീപിച്ചിട്ടും കാര്യമില്ല, അവർക്ക് ഉടമസ്ഥതാധികാരമില്ല, അവർക്ക് നിർമ്മാണാധികാരമില്ല, അവർക്ക് നിയന്ത്രണാധികാരമില്ല, എനിക്കാണ് ഈ അധികാരം മുഴുവനും. അതുകൊണ്ട് നിങ്ങളെ സർവാംഗീകാരവും എനിക്ക് മാത്രമായിരിക്കണം. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു. സുബ്ഹാനല്ലാഹ്. നിങ്ങളെ സകല വിഷയത്തിലും ഇടപെടിപ്പിക്കുന്ന എന്നെ മാത്രമായിരിക്കണം. സകല വിഷയത്തിലും, നിങ്ങൾ അടുക്കളക്കാര്യത്തിൽ, സ്വകാര്യ കാര്യത്തിൽ, അടുക്കളക്കാര്യത്തിൽ, അങ്ങാടിക്കാര്യത്തിൽ, കുടുംബകാര്യത്തിൽ, സാമ്പത്തിക കാര്യത്തിൽ, രാഷ്ട്രീയ കാര്യത്തിൽ, എല്ലാ കാര്യത്തിലും ഇടപെടിപ്പിക്കുന്ന എന്നെ മാത്രമായിരിക്കണം. ഞാനാണ് നിങ്ങളെ റബ്ബ്, ഞാനാണ് നിങ്ങളെ ഇലാഹ്. സുബ്ഹാനല്ലാഹ്. എന്തൊരു നല്ലൊരു ആശയമാണ് സുഹൃത്തുക്കളെ, ആലോചിച്ച്. എന്തൊരു നല്ല പ്രമേയമാണത്. രണ്ടാമതായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യർക്ക് ഭൂമിക്ക് നൽകി ആദരിച്ച ബഹുമാനം ഹിദായത്താണ്. എന്താണ് ഹിദായത്ത്? ഒന്നാമത്തത് നാം പറഞ്ഞു ഖിലാഫത്താണ്, ഖലീഫയാണ് മനുഷ്യൻ. അല്ലാഹു തആല ഈ ഭൂമിയിൽ ജീവിച്ചു പോയ ഏതോ ഒരു സമൂഹത്തിന് പകരക്കാരായി നമ്മളെ നിശ്ചയിച്ചിരിക്കുകയാണ്. ആ പകരക്കാരായി നിശ്ചയിക്കുന്ന ചില ജോലികൾ അല്ലാഹു നമ്മളെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. അല്ലാഹു പ്രശ്നത്തിൽ ഇടപെടുന്നതിന് മുമ്പ് നമ്മളെ അല്ലാഹു തആല ഉപയോഗപ്പെടുത്തുന്നുണ്ട് മനുഷ്യനെ. അതൊരു ആദരവാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കർഷകനെ കൃഷിയുടെ കാര്യത്തിൽ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. അതൊരു ആദരവാണ്. ഭാര്യ ഭർത്താക്കന്മാരെ മനുഷ്യനെ സൃഷ്ടിക്കുന്ന കാര്യത്തിൽ അല്ലാഹു ഉപയോഗപ്പെടുത്തുന്നുണ്ട്. അതൊരു ആദരവാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഭാര്യ ഭർത്താക്കന്മാർ ഇല്ലാതെ തന്നെ മനുഷ്യനെ സൃഷ്ടിക്കാൻ അറിയാം. അതിനാണ് അല്ലാഹു തആല ഈസ നബിയെ സൃഷ്ടിച്ച് കാണിച്ചു തന്നത്. എനിക്കും നിങ്ങൾക്കും ബോധ്യപ്പെടാൻ. മാതാപിതാക്കളെ അല്ലാഹു ഉപയോഗപ്പെടുത്തുന്നത് അല്ലാഹ്ക്ക് നിർബന്ധമുള്ളത് കൊണ്ടല്ല, അള്ളാന്റെ സുന്നത്തതായത് കൊണ്ടാണ്, അള്ളാന്റെ നടപടിക്രമം അതായത് കൊണ്ടാണ്. അതേ സന്ദർഭത്തിൽ അള്ളാഹുവിന്റെ ഖുദ്റത്ത് ഈസാ നബിയെ സൃഷ്ടിച്ചത് നിങ്ങൾക്ക് അറിയാം. അതിനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ബാപ്പാന്റെ ബീജമോ ഒരു ഉമ്മാന്റെ അണ്ഡമോ ഇല്ലാതെ ഈസയെ നിർമ്മിച്ചവനാണ് ഞാൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു അന്ന മസല ഈസാ ഇൻദല്ലാഹി കമസലി ആദം. എന്തിനാണത്? അല്ലാഹ്ക്ക് കഴിയുന്ന ബോധ്യപ്പെടുത്തി തരാൻ വേണ്ടിയിട്ട് അത്ര വ്യക്തമാക്കിയിട്ടുണ്ട് അല്ലാഹു കാര്യങ്ങൾ. എല്ലാ വിഷയത്തിനും അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന്റെ ഇടപെടലുകളെ പരിഗണിക്കുന്നു. അത് അല്ലാഹു തആല മനുഷ്യർക്ക് നൽകിയ ആദരവാണ്. എല്ലാ മനുഷ്യർക്കും. ഇക്കാര്യത്തിൽ മുസ്ലിം എന്നോ ഹിന്ദു എന്നോ ക്രിസ്ത്യാനി എന്നോ ജൂതനെന്നോ അല്ലാഹു നോക്കാറില്ല. ഈ ഭൂമിയിൽ പ്രത്യുൽപാദനം നടത്തുന്ന വിഷയത്തിൽ രണ്ട് കാര്യങ്ങളാണ് നടന്നത്. ഒന്ന് ഉൽപ്പത്തി നിർമ്മാണം, മറ്റേത് പ്രത്യുൽപാദനം. ഉൽപ്പത്തി നിർമ്മാണം മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് അവന്റെ ഉൽപ്പത്തി നിർമ്മാണം, അത് ആകാശത്തിൽ വെച്ച് നടന്നതാണ്, ആദം ഹവ്വ ദമ്പതിമാരെ. പിന്നെയുള്ളത് പ്രത്യുൽപാദനമാണ്, അത് ഭൂമിയിൽ നടക്കുകയാണ്. ഉൽപ്പത്തി നിർമ്മാണത്തിൽ അള്ളാഹു ആരെയും സമീപിക്കാറില്ല, ആരെയും ഇടപെടിക്കാറില്ല. പ്രത്യുൽപാദനത്തിൽ മനുഷ്യന്റെ കഴിവുകളെ അള്ളാഹു തആല പ്രയോജനപ്പെടുത്താറുണ്ട്. പ്രത്യുൽപാദനത്തിൽ മനുഷ്യന്റെ കഴിവുകളെ അള്ളാഹു പ്രയോജനപ്പെടുത്താറുണ്ട്. അതിനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ചില നടപടിക്രമങ്ങൾ ഉണ്ടാക്കിയത്. വിവാഹം പോലെയുള്ള പ്രത്യുൽപാദനത്തിൽ മനുഷ്യന്റെ കഴിവുകളെ പ്രയോജനപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. അത് അള്ളാഹുവിന്റെ സുന്നത്താണ്. വലൻ തജിദ ലിസുന്നത്തില്ലാഹി തബ്ദീല. അല്ലാഹു സുബ്ഹാനഹു വ തആല നടപടിക്രമങ്ങൾ മാറ്റാറില്ല. ചില സമയം അവന്റെ ഖുദ്റത്ത് ബോധ്യപ്പെടുത്തി തരാൻ വേണ്ടി അള്ളാഹു അവന്റെ ഈ വ്യവസ്ഥ മാറ്റി വേറൊരു വ്യവസ്ഥ ഉണ്ടാക്കും. അതിൽപ്പെട്ടതാണ് ഹസ്രത്ത് ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ജന്മം. അതുപോലെ ഒരുപാട് സംഭവങ്ങൾ പരിശുദ്ധ ഖുർആനിലുണ്ട്. മനസ്സിലാക്കാൻ അള്ളാഹു തൗഫീഖ് നസീബാക്കി തരട്ടെ. ബഹുമാനമുള്ളവരെ, എന്ന രണ്ടാമത്തെ വിഷയം അങ്ങനെയല്ല. ഹിദായത്ത് അങ്ങനെയല്ല. ഹിദായത്ത് എന്താണ്? ഹിദായത്തിന് രണ്ടർത്ഥം വെക്കാം. ഒന്ന് ഇറാഅത്തു തരീഖ്, മറ്റേത് ഈസാലുൽ മഖ്സദ്. രണ്ടർത്ഥം വെക്കാം ഹിദായത്തിന്. ഒന്നാമത്തെ അർത്ഥം അള്ളാഹുവിനെ കണ്ടെത്താനുള്ള വഴിയിൽ പ്രവേശിക്കുക, വഴി കണ്ടെത്തുക. ഇറാഅത്തു തരീഖ്, അള്ളാഹുവിലേക്ക് ചെന്ന് ചേരാനുള്ള വഴി കണ്ടെത്തുക. രണ്ടാമത്തെ അർത്ഥം അള്ളാഹുവിൽ ചെന്ന് ചേരുക, ഈസാലുൽ മഖ്സദ്, ലക്ഷ്യത്തിൽ എത്തിച്ചേരുക. ഇത് രണ്ടിലും ഹിദായത്ത് എന്നുള്ള പദം ഉപയോഗിക്കും. മുഅ്മിനീങ്ങളായ നമ്മൾ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം എല്ലാ ദിവസവും ആവർത്തിച്ച് പറയുമ്പോൾ ഇതിന്റെ അർത്ഥം എന്താകണം? ഏ അല്ലാഹ്, നീ നിന്റെ ഔദാര്യം കൊണ്ട് എനിക്ക് വഴി കാണിച്ചു തന്നു, എത്തേണ്ട ഇടത്ത് നീ ഞങ്ങളെ എത്തിച്ചു തരണമേ എന്നായി അർത്ഥം. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, അവിടെ എന്താണ് അർത്ഥം? ലക്ഷ്യസ്ഥാനത്ത് നീ എന്നെ എത്തിച്ചു തരണമേ പടച്ചവനെ എന്നാണ്. ഒരു മുശ്രിക്കിനെയോ ഒരു മുൽഹിദിനെയോ ഒരു കാഫിറിനെയോ ഹിദായത്തിലാക്കണേ അല്ലാഹുവേ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? നിന്നെ ചെന്ന് ചേരാനുള്ള വഴിയിൽ അവനെ നീ എത്തിക്കണേ എന്നാണ്, വഴി നീ കാണിച്ചു കൊടുക്കണേ എന്നാണ്. രണ്ടർത്ഥം. വഴി കണ്ടെത്തിയവൻ ഹിദായത്തിന് വേണ്ടി ചോദിക്കുമ്പോൾ ലക്ഷ്യസ്ഥാനത്ത് എത്തലാണ്, വഴി കാണാത്തവൻ ഹിദായത്തിന് വേണ്ടി ചോദിക്കുമ്പോൾ വഴി കാണലാണ്. എന്നിട്ട് രണ്ടാമത്തെ ചോദ്യം വഴിയിൽ സഞ്ചരിച്ചിട്ട് ലക്ഷ്യസ്ഥാനത്ത് എത്തലും ആണ്. ഇതാണ് ഹിദായത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്.
അല്ലാഹു സുബ്ഹാനഹു വ തആല ഹിദായത്തിന് വ്യവസ്ഥകൾ വെച്ചിട്ടുണ്ട്. അള്ളാഹുവിന് മാത്രം അറിയാവുന്ന വ്യവസ്ഥ. ആവശ്യങ്ങൾ പൂർത്തിയാക്കാനുള്ള വസ്തുക്കൾ സപ്ലൈ ചെയ്തതുപോലെ ഹിദായത്ത് സപ്ലൈ ചെയ്യുന്ന പ്രശ്നമില്ല. ഞാൻ പറഞ്ഞു വരുന്ന വിഷയം അതാണ്. ആവശ്യങ്ങൾ പൂർത്തിയാക്കാനുള്ള വസ്തുക്കൾ സപ്ലൈ ചെയ്യുന്നതുപോലെ ഹിദായത്ത് ആമായ സപ്ലൈ ഇല്ല. അല്ലാഹു തആല ആദരിച്ചു ബഹുമാനിച്ചു ഭൂമിയിൽ പോറ്റി വളർത്തുന്ന മനുഷ്യരിൽ നിന്ന് ചില വ്യക്തികളെ അള്ളാഹു അവന്റെ സ്വന്തം താല്പര്യമനുസരിച്ച് സെലക്ട് ചെയ്യുകയാണ്. എന്നിട്ട് അവർക്കാണ് അള്ളാഹു തആല ഹിദായത്ത് കൊടുക്കുന്നത്. ആ ഹിദായത്ത് ഒരു കെയർ ഓഫിലും ലഭ്യമല്ല. ഒരു നബിന്റെ കെയർ ഓഫിൽ ഹിദായത്ത് കിട്ടാൻ ചാൻസ് ഇല്ല. ഒരു റസൂലിന്റെ കെയർ ഓഫിൽ ഹിദായത്ത് കിട്ടാൻ ചാൻസ് ഇല്ല. ഒരു വലിയന്റെയോ ഷെയ്ഖിന്റെയോ കെയർ ഓഫിൽ ഹിദായത്ത് കിട്ടാൻ ചാൻസ് ഇല്ല. കുടുംബ ബന്ധത്തിന്റെ പേരിലോ കുടുംബ മഹിമയുടെ പേരിലോ ഹിദായത്ത് കിട്ടാൻ ചാൻസ് ഇല്ല. ഏതെങ്കിലും തരത്തിലൊരു ആലിമുമായിട്ടുള്ള ബന്ധത്തിന്റെ പേരിൽ, ഒരു വലിയുമായിട്ടുള്ള ബന്ധത്തിന്റെ പേരിൽ, ഒരു ഷെയ്ഖുമായിട്ടുള്ള ബന്ധത്തിന്റെ പേരിൽ, മരിച്ചുപോയവരുമായിട്ടുള്ള ബന്ധത്തിന്റെ പേരിൽ, ജീവിച്ചിരിക്കുന്നവരുമായിട്ടുള്ള ബന്ധത്തിന്റെ പേരിൽ, അങ്ങനെ ഒരു ബന്ധത്തിന്റെ പേരിലും ഹിദായത്ത് സപ്ലൈ ചെയ്യുന്ന പ്രശ്നമില്ല. ഹിദായത്ത് അള്ളാഹു അവന്റെ കിതാബിൽ അവൻ എഴുതി വെച്ചവർക്ക് മാത്രം നേർക്ക് നേരെ കൊടുക്കാൻ ഏർപ്പാടാക്കിയതാണ്. ഹിദായത്ത് വേറെ ആരുടെ കയ്യിലും അള്ളാഹു തആല ഏൽപ്പിച്ചിട്ടില്ല. ആവശ്യങ്ങൾ കെയർ ഓഫിൽ ലഭിച്ചെന്ന് വരും. മൂസ നബിന്റെ കെയർ ഓഫിൽ മഞ്ഞ് സെൽവ ഇറങ്ങി, എല്ലാരും കഴിച്ചു. ഇല്ലേ? മൂസ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സാലിഹി നബിന്റെ കെയർ ഓഫിൽ ഒട്ടകത്തെ ഇറക്കി അല്ലാഹു തആല. ആ ഒട്ടകത്തിന്റെ പാലാ നാട്ടുകാർ മുഴുവനും കുടിച്ചു. ഇല്ലേ? ഒരു ബാപ്പാക്ക് 10 മക്കളുണ്ടെന്ന് കരുതി, ആ 10 മക്കളുടെയും റിസ്ക് ആ ബാപ്പാന്റെ കയ്യിൽ ചിലപ്പോൾ ഒരു മോന്റെ കെയർ ഓഫിലായിരിക്കും അള്ളാഹു കൊടുക്കുന്നുണ്ടാകുക. അതെങ്ങനെ മനസ്സിലാകുക? അവൻ മരിക്കലോടുകൂടി വിശാലത തീരും, റേഷനാവും. 4 പേര് കൂടി കച്ചവടം ചെയ്യുന്നു. ആ കച്ചവടത്തിലുള്ള ബറക്കത്ത് ഒരാളെ പേരിലായിരിക്കും. ചിലപ്പോൾ ഒരാൾക്ക് ബറക്കത്തും മറ്റേ ആൾക്ക് റേഷനും ആയിരിക്കും, മറ്റേ 3 പേർക്ക്. അതെപ്പാ മനസ്സിലാകുക? ഷൈത്താൻ അവരോട് വന്നിട്ട് പറയും, ഇത്രയും ബറക്കത്ത് 4 ആൾ കൂടി ഇരുന്നിട്ട് ഇത്രയും കച്ചവടത്തിൽ ലാഭമില്ലേ, അതുകൊണ്ട് 4 ആളും കൂടി കൂറി പിരിച്ച് 4 മൂല കച്ചവടം തുടങ്ങിയ എല്ലാവർക്കും ആ ലോഭം സ്വന്തമായിക്കൂടെ? ഷൈത്താൻ, അത് ഷൈത്താന്റെ ഉപദേശമാണ്. 4 പേര് ഒന്നിച്ച് കച്ചവടം ചെയ്യുമ്പോൾ ഇത്ര കിട്ടിയെങ്കിൽ 4 പേര് 4 വഴിക്ക് കച്ചവടം ചെയ്താൽ അത്രയും ഓരോ ലക്ക് കിട്ടുമല്ലോ എന്നാ ഷൈത്താൻ ഉപദേശിക്കുക. പക്ഷെ മനസ്സിലാക്കണം, അള്ളാഹുവിന്റെ ഖദർ ഈ 4 ഏതെങ്കിലും ഒരാളെ കെയർ ഓഫിലായിരിക്കും 4 ആൾക്കും കിട്ടുന്നുണ്ടാകുക. അതെപ്പോ മനസ്സിലാകാന്നറിയുമോ? കൂറ് പിരിഞ്ഞു, 4 മൂലക്ക് 4 കച്ചവടം തുടങ്ങി, അതിൽ ഒരാൾ ജയിക്കും, മറ്റേ 3 ആൾ തോക്കും, അല്ലെങ്കിൽ 2 ആൾ ജയിക്കും, 2 ആൾ തോക്കും. മനസ്സിലാക്കണം, നേരത്തെ കിട്ടിക്കൊണ്ടിരുന്ന അവരെ കെയർ ഓഫിലാണ്. ഇതാണ് അല്ലാഹു തആല ആവശ്യങ്ങളെ ബന്ധിപ്പിക്കുന്ന രീതി. ആവശ്യങ്ങളെ ബന്ധിപ്പിക്കുന്ന രീതി അതാണ്. ആവശ്യങ്ങളെ അല്ലാഹ് അസ്ബാബുകളുമായിട്ട് ബന്ധിപ്പിക്കും. ഹിദായത്തിനെ ഒരസ്ബാബുമായിട്ട് ബന്ധിപ്പിക്കുന്ന പ്രശ്നമില്ല. ഹിദായത്ത് സ്വതന്ത്രമാണ്. അത് മനസ്സിലാക്കി തരാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊരു സാമ്പിൾ പറഞ്ഞു തന്നിട്ടുണ്ട്. ഒരു നബിന്റെ കെയർ ഓഫിൽ, ഒരു റസൂലിന്റെ കെയർ ഓഫിൽ ഞാൻ ഹിദായത്ത് കൊടുത്തിട്ടില്ല. നിങ്ങൾക്കത് മനസ്സിലാവാൻ നൂഹിന്റെയും ലൂത്തിന്റെയും ഭാര്യമാരെ പറ്റി നിങ്ങളൊന്ന് പഠിച്ചാൽ മതി എന്ന് പറഞ്ഞു അല്ലാഹു തആല. ഈമാന്റെ വില നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ, ഹിദായത്തിന്റെ വില നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ, അള്ളാഹുവിന്റെ വഹദാനിയത്തും പ്രവാചകന്റെ റിസാലത്തും അംഗീകരിക്കാനുള്ള നിങ്ങൾക്ക് കിട്ടിയ സൗഭാഗ്യമുണ്ടല്ലോ. നിങ്ങൾ കരുതിപ്പോകരുത് പാരമ്പര്യത്തിന്റെ പേരിൽ കിട്ടിയതാണെന്ന്, കുടുംബ മഹിമയുടെ പേരിൽ കിട്ടിയതാണെന്ന്, ഉസ്താദിന്റെ പോരിശ കൊണ്ട് കിട്ടിയതാണെന്ന്, വലിയന്റെ പോരിശ കൊണ്ട് കിട്ടിയതാണ് നിങ്ങൾ കരുതിപ്പോകരുത്. ഇല്ല, നിങ്ങളെ വ്യക്തിപരമായി അള്ളാഹ് പരിഗണിച്ചതിന്റെ പേരിൽ മാത്രം കിട്ടിയതാണ്. ഹിദായത്തിനെ വരെ ഒന്നുമായിട്ടും ബന്ധിപ്പിക്കേണ്ട ആവശ്യമില്ല. മനസ്സിലാക്കേണ്ട വിഷയം അതാണ്. അതിന് ഉദാഹരണം പറഞ്ഞു തന്നു അല്ലാഹു തആല. നിങ്ങൾക്കത് ബോധ്യപ്പെടണമെങ്കിൽ എന്റെ പ്രിയപ്പെട്ട പ്രവാചകൻ നൂഹ്, എന്റെ പ്രിയപ്പെട്ട പ്രവാചകൻ ലൂത്ത്, അവർ രണ്ടാളെയും ഭാര്യമാരെ പറ്റി നിങ്ങളൊന്ന് പഠിച്ചാൽ മതി. അല്ലാഹു തആല പറഞ്ഞു, വറബല്ലാഹു മസലൻ ലില്ലദീന കഫറു ഇംറഅത നൂഹിൻ വഇംറഅത ലൂത്ത് കാനതാ തഹത അബ്ദൈനി മിൻ ഇബാദിനാ സ്വാലിഹൈൻ ഫഖാനതാഹുമാ ഫലം യുഗ്നിയാ അൻഹുമാ മിനല്ലാഹി ശൈആ വഖീല ദുഖുലൻ നാറ മഅ ദാഖിലീൻ. സുബ്ഹാനല്ലാഹ്. അല്ലാഹു അക്ബർ. നിങ്ങൾക്ക് കിട്ടിയ ഈമാന്റെ വില, ഈ പറയുന്ന ഞാനും ഈ ഇരിക്കുന്ന നിങ്ങളും എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, സ്നേഹിതന്മാരെ, ഭൂലോകത്തുള്ള മുസ്ലിം ഉമ്മ, അള്ളാഹുവിന്റെ വഹദാനിയത്ത് അംഗീകരിക്കാൻ തൗഫീക്ക് ലഭിച്ചവർ, പ്രവാചകന്റെ റിസാലത്ത് അംഗീകരിക്കാൻ തൗഫീക്ക് ലഭിച്ചവർ, ഈ 2 വിഷയത്തിലും വഹദാനിയത്ത് സമ്മതിച്ചു കൊടുത്തവർ, അവരാണല്ലോ ഹിദായത്ത് ലഭിച്ചവർ. ഗവൺമെന്റ് ലിസ്റ്റിൽ മുസ്ലിമാണ്, റേഷൻ കാർഡിലും മുസ്ലിമാണ്, പാസ്പോർട്ടിലും മുസ്ലിമാണ്, സ്കൂൾ സർട്ടിഫിക്കറ്റിൽ മതം മുസ്ലിമുമാണ്, ജാതി വേറെ എന്തോ ആണ്. അങ്ങനെ മതം ഇസ്ലാം, ജാതി മാപ്പിള. ഇനിയിപ്പോൾ കുറച്ചു കാലം കഴിഞ്ഞാൽ മതം ഇസ്ലാം, ജാതി മുജാഹിദ്, മതം ഇസ്ലാം, ജാതി ജമാഅത്ത് ഇസ്ലാമി, മതം ഇസ്ലാം, ജാതി തബ്ലീഗ്, മതം ഇസ്ലാം, ജാതി സമസ്ത, മതം ഇസ്ലാം, ജാതി ദക്ഷിണ. കുറച്ചു കാലം കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ വരും.
അതിന് മുമ്പ് ഗൈറ മഫ്തൂനീൻ ഫഖ്ബിൽനായിലേക ഗൈറ മഫ്തൂനീൻ അതേ ദുആ ചെയ്യുന്ന വൃത്തിയുള്ളൂ. അല്ലാഹ് ഇദാ അറത ബിഇബാദിക ഫിത്ന ഫഖ്ബിൽനായിലേക ഗൈറ മഫ്തൂനീൻ. മുഅ്മിനീങ്ങൾക്ക് അത്രേ ദുആ ചെയ്യുന്ന വൃത്തിയുള്ളൂ. അല്ലാഹുവേ, നിന്റെ അടിമകളുടെ കാര്യത്തിൽ നീ എന്തെങ്കിലും കുഴപ്പമാണ് ഉദ്ദേശിക്കുന്നെങ്കിൽ ആ കുഴപ്പം നടപ്പിലാക്കുന്നതിന് മുമ്പ് എന്നെ നീ ഒന്ന് നിന്നിലേക്ക് വിളിക്കണേ പഠിച്ചവനെ. ഇത് മുഅ്മിനീങ്ങൾക്ക് ദുആ ചെയ്യാൻ വൃത്തിയുള്ളൂ. എന്നുവെച്ചാൽ സമരം ചെയ്ത് ജയിക്കാൻ സാധിക്കാത്തൊരു കാലഘട്ടം വരുമെന്നർത്ഥം. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു. അല്ലാഹു എന്നെ നിങ്ങളെ കാക്കട്ടെ, ഉമ്മത്തിനെ മുഴുവനും അല്ലാഹു കാക്കട്ടെ. പ്രിയമുള്ളവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു തരികയാണ്, നിങ്ങൾക്ക് ഞാനൊരു ഉദാഹരണം പറഞ്ഞു തരാം നൂഹിന്റെയും ലൂത്തിന്റെയും ഭാര്യമാരെ സംബന്ധിച്ച്. ആരാണ് നൂഹ്, ആരാണ് ലൂത്ത്? ആ പെണ്ണുങ്ങൾ അഡ്രസ് അല്ലാഹു തആല പറഞ്ഞു തരികയാണ്. കാനത്താ, ആ രണ്ട് പെണ്ണുങ്ങളായിരുന്നു, തഹ്ത അബ്ദൈനി മിൻ ഇബാദിനാ സ്വാലിഹൈൻ, എന്റെ സച്ചരിതരായ എനിക്ക് ഇഷ്ടപ്പെട്ട രണ്ട് അടിമകളുടെ ഭാര്യമാരായിരുന്നു അവർ. അവർ അഡ്രസ് പറഞ്ഞു തരാം അല്ലാഹു തആല. ആരാണ് രണ്ട് പെണ്ണുങ്ങൾ? എനിക്ക് ഇഷ്ടപ്പെട്ട രണ്ട് പ്രവാചകന്മാരുടെ ഭാര്യമാരാണ് അവർ. എനിക്ക് ഇഷ്ടപ്പെട്ട രണ്ട് റസൂലുകളുടെ ഭാര്യമാരാണ് അവർ. എനിക്ക് ഇഷ്ടപ്പെട്ട രണ്ട് നബിമാരുടെ ഭാര്യമാരാണ് അവർ. പറഞ്ഞിട്ട് കാര്യമില്ല, കെയർ ഓഫിൽ ഹിദായത്ത് കിട്ടുന്ന പ്രശ്നമില്ല. ഫലം യുഗ്നിയ അൻഹുമാ മിനല്ലാഹി ശൈആ. ഭർത്താവ് റസൂലാണ്, ഭർത്താവ് നബിയാണ്. ഈ അഡ്രസ് വെച്ചുകൊണ്ട് അള്ളാഹുവിൽ നിന്ന് നേടേണ്ടത് നേടാൻ അവർക്ക് കഴിഞ്ഞില്ല. നാളെ നരകത്തിന്റെ ചൂടിൽ കരിയുന്നവരോടൊപ്പം അവരെ ഞാൻ കരിച്ചൊടുക്കുന്നതാണ്. ഇത് ഈമാന്റെ വില. എനിക്ക് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. നമ്മളെന്താ മനസ്സിലാക്കിയെന്നറിയോ? മുസ്ലിമായ ഉപ്പാക്കും ഉമ്മാക്കും ജനിച്ചുകൊണ്ട് ഞാനും മുസ്ലിമായിരുന്നു. വല്ലാഹി അങ്ങനെയല്ല. അല്ലാഹു തആല ഭൂലോകത്തൊരൊറ്റൊരാളെയും മുഅ്മിനാക്കിയിട്ടില്ല അവന്റെ പാരമ്പര്യത്തെ പരിഗണിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അവന്റെ ബാപ്പാനെ പരിഗണിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അവന്റെ ഭാര്യയെ പരിഗണിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഭർത്താവിനെ പരിഗണിച്ചുകൊണ്ട്. ലോകത്താർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ഹിദായത്ത് നൽകിയിട്ടില്ല. നിങ്ങൾ അറിയുമോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാം ഒരുപക്ഷെ ആലോചിക്കുന്നുണ്ടാകാം, ഇന്നലെ വരെ നശിച്ചു നാറി ജീവിച്ചവനാണ് ഞാൻ, ഇന്നലെ വരെ താഗൂത്തുകൾക്ക് വഴിപ്പെട്ടവനാണ് ഞാൻ, ഇന്നലെ വരെ അല്ലാഹു അല്ലാത്ത ശക്തികളെയും വ്യക്തികളെയും വസ്തുക്കളെയും പൂജിച്ചു നടന്നവനാണ് ഞാൻ, ആവശ്യങ്ങൾക്ക് വേണ്ടി അല്ലാഹു അല്ലാത്തവരെ പരിഗണിച്ചവനും ഇടപെടിപ്പിച്ചവനുമാണ് ഞാൻ. അങ്ങനെ പാപങ്ങളായ പാപങ്ങളും പാതകങ്ങളായ പാതകങ്ങളും ചെയ്തൊരുത്തനാണ് ഞാൻ. ഇന്ന് ഞാനൊരു മുവഹ്ഹിദാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു. ആരെന്തു പറഞ്ഞാലും എന്ത് സംഭവിച്ചാലും ശരി, എന്റെ പ്രശ്നത്തെ ഞാൻ അള്ളാഹുവിനെ മാത്രമേ ഇടപെടിപ്പിക്കുകയുള്ളൂ. അള്ളാഹു അല്ലാത്തൊരു ശക്തിയെയോ വ്യക്തിയെയോ വസ്തുവിനെയോ ഞാൻ ഇടപെടിപ്പിക്കുന്ന പ്രശ്നമില്ല. എന്റെ കാര്യം നടന്നാലും ശരി, നടന്നില്ലെങ്കിലും ശരി. അള്ളാഹു തആല അനുവദിച്ചു തന്നവരെ പോലും ഞാൻ അള്ളാഹുവിന്റെ തൃപ്തിക്കെതിരായിട്ട് ഞാൻ ഇടപെടിപ്പിക്കുന്ന പ്രശ്നമില്ല. അതാണ് മുവഹ്ഹിദ്. എന്നിട്ടല്ല പിന്നെ അനുവദിച്ച തരാത്തിനെ ഇടപെടിപ്പിക്കുന്ന പ്രശ്നം. അള്ളാഹു അനുവദിച്ച് തന്നതിനെ പോലും ഇടപെടിപ്പിക്കാൻ ഞാനില്ല. കാരണം ലൈസ ബൈനി വ ബൈന റബ്ബി ഷൈ, എന്റെയും എന്റെ അള്ളാന്റെ ഇടയിൽ വേറെ ഒന്നും ഇടപെടാൻ പറ്റൂല. തീക്കുണ്ഡത്തിൽ കരിഞ്ഞൊടുങ്ങുമെന്ന് കണ്ടപ്പോൾ, നമ്രൂദിന്റെ തീക്കുണ്ഡത്തിൽ കരിഞ്ഞൊടുങ്ങുമെന്ന് കണ്ടപ്പോൾ അള്ളാഹു തആലക്ക് അറിയണം ഇബ്രാഹിമിന്റെ മനസ്സിൽ എന്തെങ്കിലും സ്വാധീനം വന്നു ചേർന്നിട്ടുണ്ടോ എന്ന്. അള്ളാഹുവിന്റെയും ഇബ്രാഹിമിന്റെയും ഇടയിൽ എന്തെങ്കിലും തരത്തിൽ എന്തെങ്കിലും സംഗതികൾ, ഏതെങ്കിലും ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു ശക്തി അല്ലെങ്കിൽ ഒരു വസ്തു ഇബ്രാഹിമിനെ സ്വാധീനിച്ചിട്ടുണ്ടോ എന്ന് അള്ളാഹു തആലക്ക് അറിയണം. അതിനാണ് അള്ളാഹു തആല നമ്രൂദിനെ കൊണ്ട് തീയൊരുക്കിപ്പിച്ചത്. അള്ളാഹുവിന്റെ അറിവോടുകൂടിയാണ് നമ്രൂദ് തീയൊരുക്കിയത്. അതോ അള്ളാഹ് അറിയാതെയാണോ? അള്ളാഹ് അറിയാതെയാണോ? അള്ളാഹ് ഉറങ്ങുമ്പോൾ മറ്റൊരു അങ്ങ് ഒപ്പിച്ചതാണ്. അള്ളാഹു വമാ ഖദറുല്ലാഹ ഹഖ്ഖ ഖദരിഹി, അള്ളാഹിനെ അറിയേണ്ട രീതിയിൽ നമ്മൾ ആരും അറിഞ്ഞിട്ടില്ല. ആര്? മുവഹ്ഹിദുകളായ നമ്മൾ പോലും, തൗഹീദിന്റെ പ്രബോധകന്മാരായ നമ്മൾ പോലും, ഞാൻ പറയട്ടെ വളരെ വേദനയോടുകൂടി, അള്ളാഹുവിനെ മനസ്സിലാക്കേണ്ട രീതിയിൽ നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ മനസ്സ് ചാഞ്ചാടുകയാണ്. അള്ളാഹുവിന്റെയും നമ്മുടെയും ഇടയിൽ പലതും കിടന്ന് കളിക്കുകയാണ്. എന്തുകൊണ്ടാണ് കാര്യം? ലൈസ ബൈനി വ ബൈന റബ്ബി ഷൈ. ആ ഒരു ഇഹ്സാന്റെ മർത്തബയിൽ നമ്മൾ എത്തിയിട്ടില്ല. നമ്മൾ തൗഹീദ് പ്രസംഗിക്കുന്നു ശരിയാണ്, തൗഹീദ് പറയുന്നു ശരിയാണ്, വാദിക്കുന്നു ശരിയാണ്, അതിനുവേണ്ടി CD ഇറക്കുന്നു ശരിയാണ്, പുസ്തകം ഇറക്കുന്നു ശരിയാണ്, എല്ലാം ശരിയാണ്. പക്ഷെ നമ്മുടെ സ്വന്തത്തിലെത്തുമ്പോൾ ലൈസ ബൈനി വ ബൈനഹു ഷൈ, എന്റെ അള്ളാന്റെ ഇടയിൽ ഒന്നും ഇല്ല എന്നുള്ള വാദം നെഞ്ചത്ത് കൈവച്ച് പറയാൻ ധൈര്യം നമുക്കില്ല. പ്രശ്നം. ഹദ്റത്ത് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ തൗഹീദ് പരിശോധിക്കാനാണ് നമ്രൂദിനെ കൊണ്ട് അള്ളാഹു തീയൊരുക്കിയത്. നമ്മളെന്താ സാധാരണ പറയാ? നമ്രൂദ് രാജാവ് അവന്റെ അധികാരത്തിന്റെ ഹുങ്ക് കൊണ്ടാണ് തീയൊരുക്കിയത്. അല്ല സഹോദര, അല്ല. അങ്ങനെ ചിന്തിക്കരുത്. അള്ളാഹിനെ പറ്റി അറിയാത്തത് കൊണ്ടും മഖ്ലൂക്കിനെ പറ്റിയുള്ള മതിപ്പ് മനസ്സിലുള്ളത് കൊണ്ടാണ് നമ്മൾ അങ്ങനെ പറയുന്നത്. അങ്ങനെയല്ല. നമ്രൂദിനെ കൊണ്ട് അള്ളാഹ് തീയൊരുക്കുകയാണ്. എന്തിന്? ഇബ്രാഹിമിന്റെ മനസ്സറിയാൻ, ഇബ്രാഹിമിന്റെ ഉള്ളിൽ അള്ളാഹു അല്ലാത്ത വല്ലതും കിടന്ന് കളിക്കുന്നുണ്ടോന്നറിയാൻ.
അങ്ങനെ തീക്കുണ്ടത്തിൽ കരിഞ്ഞൊടുങ്ങുന്ന ഭാഗത്തെത്തിയപ്പോൾ അള്ളാഹു ജിബ്രീലിനോട് പറഞ്ഞു, ജിബ്രീൽ എത്രയും പെട്ടെന്ന് പോണം, ഇബ്രാഹിമിന് വല്ല സഹായവും വേണമെങ്കിൽ ചെയ്തു കൊടുക്കണം. എന്തിനാ അള്ളാഹ് ജിബ്രീലിനെ അയച്ചത്? ഇബ്രാഹിം ജിബ്രീലിനെ സ്വാധീനിക്കുന്നുണ്ടോ എന്നറിയാൻ. അതാണ് അള്ളാഹുവിന്റെ വാഗ്ദാനം. എന്താ മനസ്സിലാക്കണം, മരിക്കുന്ന നേരത്ത് ആ ഒരു ഈമാൻ കിട്ടണം സഹോദരന്മാരെ. നമ്മൾ എന്ത് പ്രസംഗിച്ചിട്ടെന്താ, എന്ത് എഴുതിയിട്ടെന്താ, എന്ത് വാഗ്വാദം നടത്തിയിട്ടെന്താ, എന്ത് കാര്യങ്ങൾ നടത്തിയിട്ടെന്താ, മരിക്കുന്ന സമയത്ത് ആ ഒരു അവസ്ഥ അള്ളാഹു തആല കൊണ്ടുതരും. എന്തെങ്കിലും സ്വാധീനം കൊണ്ടുപോയി അല്ലാഹു സുബ്ഹാനഹു വ തആല ജിബ്രീലിനോട് പറഞ്ഞത് എത്രയും പെട്ടെന്ന് പോണം, ഇബ്രാഹിമിന് എന്തെങ്കിലും സഹായം വേണമെങ്കിൽ ചെയ്തു കൊടുക്കണമെന്ന്. എന്തിനാ ജിബ്രീലിനെ അയച്ചത്? അള്ളാഹ്ക്ക് സഹായിക്കാൻ അറിയാഞ്ഞിട്ടല്ല, ഇബ്രാഹിം പ്രതിസന്ധി ഘട്ടത്തിൽ ജിബ്രീലിനെ പരിഗണിക്കുന്നുണ്ടോന്നറിയാൻ. പ്രതിസന്ധി ഘട്ടത്തിൽ ജിബ്രീലിനെ ഇബ്രാഹിം പരിഗണിക്കുന്നുണ്ടോന്നറിയാൻ വന്നു ജിബ്രീൽ. എന്നിട്ട് പറഞ്ഞു, എന്നെ അള്ളാഹു അയച്ചതാണ്, എന്ത് വേണമെങ്കിലും സഹായിക്കാൻ പറഞ്ഞിട്ടുണ്ട് എന്ന്. ഇബ്രാഹിം ഫസ്റ്റ് റാങ്കോടെ ജയിച്ചു. അമ്മാ ഇലൈക ഫല, നിന്നെ കൊണ്ടൊരു ആവശ്യവും എനിക്കില്ല, ഞാനും എന്റെ അള്ളാഹുമായിട്ട് ആയിക്കൊള്ളാം, എനിക്ക് നീ ജോലി നോക്കുക. ജയിച്ചു ഇബ്രാഹിം. നാമും ജയിക്കണം. ഇന്നി ജാഇലുക ലിന്നാസി ഇമാമ. നമ്മളെ ഇബ്രാഹിമിനെയാണ് നമുക്ക് ഇമാമാക്കിയത്, വേറെ ആരുമല്ല. നമ്മൾ ഇബ്രാഹിമിനെ വിട്ടിട്ട് പലരും ഇമാമാക്കി നമ്മൾ കുളന്നുകൊണ്ടോ. ഇപ്പൊ അതാ കാര്യം, നമ്മൾ ഇബ്രാഹിമിനെ വിട്ട് പലരെയും ഇമാമാക്കി. നമ്മൾ ഇബ്രാഹിമിനെ ഇമാമാക്കണം, ഇബ്രാഹിമിനെ ഇമാമാക്കണം. നിങ്ങൾ അറിയുമോ, അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചക കുടുംബത്തിൽ നിന്ന് മൂവർ സംഘത്തെ തെരഞ്ഞെടുത്തില്ലേ? ഇബ്രാഹിമിനെയും ഹാജറാനെയും ഇസ്മായിലിനെയും. ചരിത്രത്തിന്റെ നിർണായകമായ ഘട്ടം ആരംഭിക്കുന്ന ഇബ്രാഹിമോട് കൂടിയല്ലേ? ആ ഇബ്രാഹിമിനെയും ഹാജറായെയും ഇസ്മായിലിനെയും ഒരു കുടുംബത്തിൽ നിന്ന് തെരഞ്ഞെടുത്ത് ആ മൂവർ സംഘത്തെ വെച്ചുകൊണ്ട് അല്ലാഹു തആല നമുക്ക് ഈമാൻ പഠിപ്പിക്കുകയല്ലേ? പഠിച്ചോ? നമ്മള് പഠിച്ചില്ല നമ്മള്. പുരുഷന്മാർക്ക് വേണ്ടി ഇബ്രാഹിമിനെയും, പെണ്ണുങ്ങൾക്ക് വേണ്ടി ഹാജറാനെയും, കുട്ടികൾക്ക് വേണ്ടി ഇസ്മായിലിനെയും സെലക്ട് ചെയ്തില്ലേ അല്ലാഹ്? ആ മൂവർ സംഘത്തെ വെച്ചുകൊണ്ടല്ലേ പിന്നെ അങ്ങോട്ട് വിപ്ലവം തുടങ്ങിയത്? ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പ്രിയപ്പെട്ട മകൻ ഇസ്ഹാക്കിന്റെ പേരക്കുട്ടി മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിലൂടെ ഈസായിലെത്തി. അതേ ഇബ്രാഹിം നബിയുടെ മകൻ ഇസ്മായിലിന്റെ പേരക്കുട്ടി മുഹമ്മദ് മുസ്തഫയിലൂടെ നമ്മളിലും എത്തി അല്ലേ? എന്താണ് ചരിത്രത്തിന്റെ രണ്ട് രേഖയിലൂടെ അല്ലാഹു തആല നമ്മുടെ മുമ്പിൽ വരച്ചു കാണിച്ചെന്നത്? എന്നിട്ടും നമ്മൾ നമ്മുടെ ചുറ്റുപാടുള്ള വൃത്തത്തിൽ അല്ലാഹു അല്ലാത്ത മലക്കിനെയും ജിന്നിനെയും മനുഷ്യനെയും കൊണ്ട് കളിക്കുകയല്ലേ നമ്മള്? ഈ എത്രയും വ്യക്തമായ രേഖ നമ്മുടെ മുമ്പിൽ ഉണ്ടായിട്ടും എന്തിനാണ് നമ്മുടെ മനസ്സ് മാറ്റിയത്? എന്തിനാണ് നമ്മുടെ ചർച്ച മാറ്റിയത്? എന്തിനാണ് നമ്മുടെ വാക്കുകൾ മാറ്റിയത്? അള്ളാഹുവിനെ പറ്റി പറയുമ്പോൾ അത് വിക്റല്ലേ സഹോദരന്മാരെ? അത് വിക്റിന്റെ ദർജയില്ലേ? വരെ ഉദ്കുറൂനി അത് കുറുക്കും. എന്നെ പറ്റി നിങ്ങൾ പറയുക, നിങ്ങളെ പറ്റി ഞാനും പറയുമെന്നല്ലേ? 1000 കൊല്ലം മലക്കിനെ പറ്റി പറഞ്ഞാൽ അത് വിക്റാകുമോ? 1000 കൊല്ലം ജിന്നെ പറ്റി പറഞ്ഞാൽ അത് വിക്റാകുമോ? 1000 കൊല്ലം മനുഷ്യനെ പറ്റി പറഞ്ഞാൽ അത് വിക്റാകുമോ? ഒരു ദിവസം മനുഷ്യൻ അള്ളാഹുവിനെ പറ്റി ഇങ്ങനെ പറഞ്ഞുകൊണ്ടെന്ന് അത് വിക്റാകുകയില്ലേ? അത് നാളെ ആഖിറത്തിൽ നന്മയുടെ തുലാസിൽ തൂക്കം കൂട്ടുന്ന വാക്കുകളാകുകയില്ലേ? മറ്റുള്ള ഏതെങ്കിലും വാക്ക് അങ്ങനെ ആവുമോ? ആരാണ് നമ്മളെ പറ്റിച്ചത്? തീർച്ചയായിട്ടും ഇക്കാര്യത്തിൽ സയനിസ്റ്റുകൾക്ക് ഇടപെടലുകളുണ്ട്, നാം വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും ഓർഗനലിസ്റ്റുകൾക്കും സയനിസ്റ്റുകൾക്കും ഇക്കാര്യത്തിൽ ഇടപെടലുകളുണ്ട്. ഇത് തിരിച്ചറിയാൻ മുവഹിദുകൾ തയ്യാറാകണമെന്നാണ് നാം പറയുന്നത്. എന്താ കാര്യം? ഭൂലോകത്ത് ഇന്ന് അല്ലാഹുവിന്റെ വഹദാനിയത്ത് പറയാൻ ഒരു പ്രസ്ഥാനമേ ഉള്ളൂ, സലഫി പ്രസ്ഥാനം. നാം നിഷേധിച്ചുകൂടാ. അതില്ലായിരുന്നുവെങ്കിൽ അള്ളാന്റെ വഹദാനിയത്ത് എന്താണെന്ന് പണ്ഡിതന്മാർക്കും അറിയില്ല, ഉലമാക്കൾക്കും അറിയില്ല, ഉമറാക്കൾക്കും അറിയില്ല, സാധാരണക്കാർക്കും അറിയില്ലായിരുന്നു. ആ രീതിയിൽ ഭൂലോകം മുഴുവനും അള്ളാന്റെ വഹദാനിയത്ത് തിളങ്ങി നിൽക്കുകയാണ്. ഇത് ജൂതനെ സഹിക്കൂല. എന്തുകൊണ്ട്? മസീഹുദ്ദജ്ജാൽ വരുന്നതിന് ഏക തടസ്സം ആരാണ്? മസീഹുദ്ദജ്ജാൽ വരിക എന്നുള്ളത് ജൂതന്മാരുടെ കാഴ്ചപ്പാടാണ്. അവരുടെ ജൂതന്മാരുടെ വാഗ്ദത്ത ദൈവമാണ് മസീഹുദ്ദജ്ജാൽ. ആ ജൂതന്മാർക്ക് മസീഹുദ്ദജ്ജാലിനെ പ്രതീക്ഷിച്ചുകൊണ്ട് ലോകം നശിച്ചൊടുപ്പിക്കുകയാണ് അവർ. അവർക്ക് അധികാരത്തിനോട് ആഗ്രഹമില്ല, പണത്തോട് അവർക്ക് ആഗ്രഹമില്ല, മതപരിവർത്തനം ജൂതമതത്തിലില്ല. മറ്റു മതത്തിൽ നിന്ന് ഒരാൾക്ക് ജൂതമതത്തിലേക്ക് കൺവെർട്ട് ചെയ്യാൻ പറ്റൂല. മരിച്ചതാ ഒരെണ്ണം ചുരുങ്ങി, അത്രയേ ഉള്ളൂ. എന്നിട്ടും ലോകത്ത് ഇവർ കളിക്കുന്ന എന്തുകൊണ്ടാണ്? അവരുടെ വാഗ്ദത്ത ദൈവമായ മസീഹുദ്ദജ്ജാലിന്റെ വരവിന് തടസ്സം ആരാണോ ആ തടസ്സം നീക്കുക എന്നുള്ളതാണ് ജൂതന്മാരുടെ പോളിസി. ഇന്ന് ലോകത്ത് മസീഹുദ്ദജ്ജാലിന്റെ വരവിന് ഏറ്റവും വലിയ തടസ്സം ആരാണ്? അള്ളാഹുവെ പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തും അനുസരിച്ച് ജീവിക്കുന്നവർ മാത്രമാണ്. ബാക്കിയുള്ളവരെല്ലാം ജൂതന് സപ്പോർട്ടാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമയിലെ വഹദാനിയത്തും മുഹമ്മദുർ റസൂലുള്ളാഹി എന്ന കലിമയിലെ റിസാലത്തും നിലനിൽക്കുന്ന കാലത്തോളം ജൂതന്റെ പ്രോഗ്രാം ജയിക്കുകയില്ല എന്ന് ജൂതൻ അറിയാം. അതുകൊണ്ട് ഭൂലോകത്ത് വഹദാനിയത്തിന്റെ ശബ്ദം നിലക്കണം, റിസാലത്തിന്റെ ശബ്ദം നിലക്കണം. എന്നിട്ട് വേണം മസീഹുദ്ദജ്ജാലിന് വരാൻ വേണ്ടി കളമൊരുക്കാൻ. അതിനുവേണ്ടി അത് ഏതറ്റം വരെയും പോകാൻ ജൂതൻ തയ്യാറാണ്. നമുക്കറിയാമല്ലോ ജൂതന്റെ ചരിത്രം. ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം തൊട്ടിങ്ങോട്ട് മുഹമ്മദ് മുസ്തഫ തങ്ങളുടെ കാലഘട്ടം വരെയും ജൂതന്റെ ഇടപെടലുകളെ പറ്റി നമുക്ക് നന്നായിട്ട് അറിയാമല്ലോ. എന്നിട്ടും നമ്മൾ എന്തിനാ കണ്ണടച്ചിരുട്ടാക്കണത്? നമ്മളെന്തിനാ വിഷയത്തിന്റെ ഗതി മാറ്റിക്കളയുന്നത്?
ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമയിലുള്ള വഹദാനിയത്തിൽ ഷഹാദത്ത് ഉറപ്പിക്കാനും മുഹമ്മദുർ റസൂലുള്ളാഹി എന്ന കലിമയിലെ ഷഹാദത്തിൽ എന്ന കലിമയിലെ റിസാലത്തിൽ ഷഹാദത്ത് ഉറപ്പിക്കാനും തയ്യാറാകുന്ന ഒരു വിഭാഗം ഈ ഭൂമിയിൽ ഉണ്ടാകുക എന്നുള്ളത് ഇസ്ലാമികേതര ശക്തികൾക്ക് തലവേദനയാണ്. എന്തുകൊണ്ട്? ഭൂമിയിലുള്ളവർ ആകാശവുമായി ബന്ധപ്പെടാൻ ഒരു വരിയേ ഉള്ളൂ ഇവിടെ, അത് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് മാത്രം. ആകാശവുമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കപ്പെടുകയും ഭൂമിയിൽ വസ്തുക്കളെ കുന്നുകൂട്ടിയവരുടെ കീടങ്ങളായി മുസ്ലിം അധപ്പതിക്കുകയും ചെയ്യണമെങ്കിൽ ഇവിടെ വഹദാനിയത്തിന്റെ ശബ്ദം, തൗഹീദിന്റെ ശബ്ദം പറയുന്നവരുണ്ടാകാൻ പാടില്ല. ഇത് നസാറാക്കളുടെയും ജൂതന്മാരുടെയും മുശ്രിക്കുകളുടെയും പ്രോഗ്രാമാണ്. ഇത് നാം കണ്ടറിയണം, അനുഭവിച്ചറിയണം. എന്നിട്ട് നാം സ്വയം തിരുത്താൻ തയ്യാറാകണം. നാം ആർക്കു വേണ്ടിയാണ് പിണങ്ങിയത്? നാം ആർക്കു വേണ്ടിയാണ് പിരിഞ്ഞത്? നാം ആർക്കു വേണ്ടിയാണ് പരസ്പരം ചീത്ത പറയുന്നത്? നാം ആർക്കു വേണ്ടിയാണ് പരസ്പരം അകലുന്നത്? നാം ഒന്നിച്ചിരുന്ന് ജീവിച്ചവരല്ലേ? ഒന്നിച്ച് ഭക്ഷണം കഴിച്ചവരല്ലേ? ഒന്നിച്ച് അള്ളാന്റെ വഹദാനിയത്ത് പറഞ്ഞവരല്ലേ? ഒന്നിച്ച് അള്ളാഹുവിന്റെ വഹദാനിയത്തിന് വേണ്ടി ത്യാഗങ്ങൾ സഹിച്ചവരല്ലേ? ഏറും തല്ലും കൊണ്ടവരല്ലേ? കുടുംബത്തിൽ അകറ്റപ്പെട്ടവരല്ലേ? ഭാര്യയിൽ നിന്നും മക്കളിൽ നിന്ന് അകറ്റപ്പെട്ടവരല്ലേ? അള്ളാഹുവിന്റെ വഹദാനിയത്ത് പറഞ്ഞതിന്റെ പേരിൽ മാത്രം എവിടെയാണ് പാളിച്ചകൾ പറ്റിയെന്ന് മനസ്സിലാക്കണം. എവിടെയും പാളിച്ചകൾ സംഭവിച്ചിട്ടില്ല. നാം ഉറച്ചു വിശ്വസിക്കുന്നു പുതിയ നൂറ്റാണ്ട് തൗഹീദിന്റേതാണെന്നുള്ള കാര്യം തീർച്ചയാണ്. അത് ജൂതന്മാര് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ലോക രാജ്യങ്ങളിലെല്ലാം തൗഹീദിന്റെ പ്രബോധന സംഘത്തെ നശിപ്പിക്കുക എന്നുള്ളത് സയനിസത്തിന്റെ പ്രോഗ്രാമാണ്. അത് തന്നെയാണ് കേരളത്തിലും സംഭവിച്ചത് നാം മനസ്സിലാക്കിയിരിക്കണം. എന്തുകൊണ്ട്? അള്ളാഹുവിന്റെ സംവിധാനം അത്ര ശക്തമാണ് ഇക്കാര്യത്തിൽ. അതുകൊണ്ട് എവിടുന്ന് തുടങ്ങിയ ഇന്നൊന്നിനും തുടങ്ങിയതാണോ ഇത്? നമ്മളെന്താ ചിന്തിക്കാത്തത്? എന്താണ് നമ്മൾ? ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലഘട്ടം മുതൽക്കല്ലേ അല്ലാഹു തആല ഈ വിപ്ലവം ആരംഭിച്ചത്? ആദമിൽ നിന്ന് ഇബ്രാഹിം വരെയുള്ള കാലഘട്ടം ശാന്തമായ കാലഘട്ടമാണ്. ആദമിൽ നിന്ന് ഇബ്രാഹിമിന്റെ കാലഘട്ടം വരെയും മനുഷ്യന്റെ പ്രായം പരിഗണിച്ചുകൊണ്ട് അല്ലാഹു തആല വലിയ വലിയ പ്രോഗ്രാം ഒന്നും മനുഷ്യന് കൊടുത്തില്ല. ആദം തൊട്ട് നൂഹ് വരെയുള്ള കാലഘട്ടം മനുഷ്യന്റെ കുട്ടിപ്രായമാണ്. നൂഹ് തൊട്ട് ഇബ്രാഹിം വരെയുള്ള കാലഘട്ടം ബാല്യപ്രായമാണ്. ഇബ്രാഹിം തൊട്ടാണ് യൗവനം പ്രാപിക്കുന്ന മനുഷ്യന്റെ ചരിത്രം. ആ യൗവനം മുതലേ വിപ്ലവത്തിന്റെ തീവ്രത കൂടിയില്ലേ? നമ്മൾ ചരിത്രം പഠിക്കരുതോ? നമ്മൾ വെറും ഈ കയ്യനക്കാൻ മാത്രം പഠിച്ചോണ്ടല്ലേ ഈ കുഴപ്പം? ദീനുൽ ഇസ്ലാം കടന്നു വന്ന രാജാവാദയെ പറ്റി പഠിക്കരുതോ രാജകീയമായിട്ട്? അപ്പോൾ നമുക്ക് മനസ്സിലാവില്ല ഒരു മുജാഹിദ് പ്രവർത്തകൻ ആരാണ് ഈ ദുനിയാവിൽ. അവൻ രാജപാതയിലുള്ളവനാണെന്ന് മനസ്സിലാവും. എപ്പോൾ? ദീനുൽ ഇസ്ലാം നടന്നു വന്ന പാതയെ പറ്റി ബോധമുണ്ടാകുമ്പോൾ. പുതിയ തലമുറക്ക് ആ ബോധം നഷ്ടപ്പെട്ടു പോയി. എന്താണ് വാസ്തവം? മനസ്സിലാക്കാൻ അല്ലാഹു തൗഫീഖ് നസീബാക്കി തരട്ടെ. പ്രിയമുള്ള സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, ഹദ്റത്ത് നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെയും ലൂത്ത് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെയും ഭാര്യമാരെ നമുക്ക് ചൂണ്ടിക്കാണിച്ചെന്നുണ്ട് അല്ലാഹു തആല പറഞ്ഞത് എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല നൂഹിന്റെയും ലൂത്തിന്റെയും ഭാര്യമാരെ പരിഗണിച്ചില്ല. നൂഹിനും ലൂത്തിനുമുള്ള അഡ്രസ് ഉപയോഗിച്ചുകൊണ്ട് എന്നാ പറഞ്ഞു. ഏതെല്ലാം വിഷയം, ഒരുപാട് കാര്യങ്ങൾ ഓർമ്മ വരുന്നു. അനുവദിക്കപ്പെട്ട മാർഗം ഉപയോഗിച്ചുകൊണ്ടല്ലേ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനെ പരീക്ഷിച്ച അല്ലാഹു തആല? ഒരു ബാപ്പാക്ക് വയസ്സാകുന്ന സന്ദർഭത്തിൽ ആശ്രയം മക്കളല്ലേ? പ്രത്യേകിച്ചിട്ട് ആ മക്കള് അല്ലേ? ആ മക്കളെ ആശ്രയിക്കുക എന്നുള്ളത് അള്ളാന്റെ സുന്നത്തിൽപ്പെട്ടതല്ലേ? വയസ്സുകാലത്തെ മക്കളെ ആശ്രയിക്കുന്നതിന് വല്ല കുഴപ്പമുണ്ടോ? അനുവദിക്കപ്പെട്ടതല്ലേ അത്? വയസ്സുകാലത്ത് എന്റെ മോൻ കൈപിടിക്കാനൊരു മോൻ, എല്ലാം ഒന്ന് ചികിത്സ ആശുപത്രിയിൽ പോകാനൊരു മോൻ, എടാ മോനെ വാടാ വണ്ടി എടുക്കടാ പോവാടാ. വയസ്സുള്ള ബാപ്പാക്ക് എപ്പോഴും മക്കൾ ആശ്രയമാണ്. ഇബ്രാഹിം അത്രേ കണ്ടിട്ടുള്ളൂ ഇസ്മായിലിന്റെ കാര്യത്തിൽ. ഇസ്മായിലിന്റെ കാര്യത്തിൽ വയസ്സുകാലത്ത് ഒരു മോനെ കിട്ടിയാൽ ആ മോനെ ആറ്റുനോറ്റ് വളർത്തി സ്നേഹിച്ച് വളർത്താന്നുള്ളത്. പക്ഷെ അല്ലാഹു തആലക്ക് അറിയേണ്ടത് അള്ളാന്റെയും ഇബ്രാഹിമിന്റെയും ഇടയിൽ ഈ മോൻ വല്ല സ്വാധീനവും ചെലുത്തുന്നുണ്ടോ എന്നാണ്. ഇവിടെയാണ് തൗഹീദ് പഠിക്കേണ്ടത്. ജിന്നും ഇൻസും പ്രസംഗിച്ചിട്ട് സമയം കളയണ്ട. തൗഹീദ് ഇവിടെയാണ് പഠിക്കേണ്ടത്. അല്ലാഹു തആലക്ക് അറിയണം ഇബ്രാഹിമിന്റെ മനസ്സിൽ വല്ല സ്വാധീനവും ഇസ്മായിലിന്റെ കാര്യത്തിലുണ്ടോ എന്ന്. മോൻ വളർന്നു വരുമ്പോൾ എനിക്കൊരു പിൻഗാമി വരുന്നുണ്ട് എന്നുള്ള ബോധം ഇബ്രാഹിമിന് വരുന്നുണ്ടോ എന്ന് അല്ലാഹുക്ക് അറിയണം. അല്ലാഹു തആല പറഞ്ഞു ഇബ്രാഹിമോട്, ഇബ്രാഹിം ആ മോനെ അറുക്കണം, ആ മോൻ വേണ്ട. അല്ലാഹു തആല രക്തദാഹി അല്ല സഹോദര, അല്ലാഹു മാംസദാഹിയും അല്ല. ഇസ്മായിലിന്റെ ഇറച്ചിയോ ഇസ്മായിലിന്റെ ചോരയോ അല്ലാഹുക്ക് ആവശ്യമില്ല. പക്ഷെ അല്ലാഹുക്ക് അറിയേണ്ടത് ഇബ്രാഹിമിന്റെ മനസ്സ് എങ്ങനെയുണ്ടെന്നാണ്. ഇബ്രാഹിമിന്റെ മനസ്സ് ഞാനല്ലാതെ വേറെ എന്തിനെങ്കിലും ഇബ്രാഹിം പരിഗണിക്കുന്നുണ്ടോ എന്ന് അല്ലാഹുക്ക് അറിയണം. നമ്മളെങ്ങനെ പരീക്ഷിക്കാൻ തുടങ്ങിയാൽ നമ്മളോടുള്ള കരുണ കൊണ്ടാണ് സഹോദര അല്ലാഹു നമ്മളെ പരീക്ഷിക്കാത്തത്. എന്നാലും പരീക്ഷണം ആർക്ക് വരും? മുവഹിദുകൾക്ക് വരും. സാധാ സീതാ ജനങ്ങൾക്ക് പരീക്ഷണം ഉണ്ടാവില്ല. സുഖമായി ജീവിക്കല്ലേ കാഫിരിങ്ങൾ, സുഖമായി ജീവിക്കല്ലേ മുശ്രിക്കീങ്ങൾ. എന്താ അല്ലാഹു തആല നബി തങ്ങളോട് പറഞ്ഞത്? ഫമഖിരിൽ കാഫിരീന അംഹിൽഹും റുവൈദ. കാഫിരിങ്ങളെ വിട്ടേക്ക് നബിയെ, അവർ ജീവിച്ചോട്ടെ, നിങ്ങൾ ഒന്നിച്ചുള്ളവരുടെ ഈമാന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞു അല്ലാഹു റസൂൽ.
നമ്മളെന്താ ചെയ്യാ? നമ്മൾ നശിച്ചാൽ തിരക്കുള്ള ബാക്കിയുള്ളവരെ നന്നാക്കാൻ നമ്മളെ പരിപാടി. എന്നെ ചിലർ വിളിക്കാറുണ്ട്, ഉസ്താദ് ഒന്ന് വരണല്ലോ. എന്താ കാര്യം? ഒരു നസീഹത്ത് വേണം. എന്താ വിഷയം? നാട്ടുകാരും ഭയങ്കര ഖുറാഫിയാണ്, എല്ലാരും ഒന്ന് നേരെയാക്കി എടുക്കണം. അപ്പൊ നീ നേരെയായി, ഓൾറെഡി ശരിയായി, നീക്ക് സർട്ടിഫിക്കറ്റും കിട്ടി. ഇല്ല, ഞാൻ എന്റെ സലഫി സുഹൃത്തുക്കളോട് പറയാറുണ്ട്, നാം മറ്റുള്ളവരെ നന്നാക്കാൻ മെനക്കരണ്ട, നാം നമ്മളെ ശരിയാക്കാൻ മെനക്കടി. നമ്മുടെ മനസ്സ് തൗഹീദിന്റെ മനസ്സാവണം. എങ്ങനെയാണ്? ഇസ്ലാമിൽ നിന്ന് ഈമാനിലെത്തണം, ഈമാനിലൂടെ യഖീൻ ഉണ്ടാക്കണം, യഖീനിൽ നിന്ന് ഇഹ്സാനിലെത്തണം. എന്താണ് ഇഹ്സാൻ? അൻ തഅബുദല്ലാഹ കഅന്നക തറാഹ് ഇല്ലം തകുൻ തറാഹ് ഫഇന്നഹു യറാക്. എന്താണ് അതിന്റെ മഅന? ലൈസ ബൈനി വബൈന റബ്ബി ഷൈ. എന്റെ അള്ളാന്റെ ഇടയിൽ വേറെ ഒന്നുമില്ല, ഞാനും എന്റെ അള്ളി മാത്രം. എന്തൊരു രസമായിരിക്കും. എന്ത് കാര്യം വന്നാലും, മല പോലെ വന്നാലും മഞ്ഞു പോലെ വന്നാലും ഒരു മുവഹിദിന് ഒരു പ്രശ്നവുമില്ല. മലക്കിന്റെ ആവശ്യമില്ല, ജിന്നിന്റെ ആവശ്യമില്ല, അനുവദിക്കപ്പെട്ട മനുഷ്യന്റെ ആവശ്യമില്ല, എല്ലാം അല്ലാഹ്. ബഹുമാനപ്പെട്ട ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം സിറിയയിൽ നിന്ന് യാത്ര ചെയ്ത് മക്കായിലേക്ക് വരികയാണ്. മക്കായിലെ കൂടാരത്തിന്റെ മുറ്റത്ത് ഓടിച്ചാടി കളിക്കുന്ന മോൻ ഇസ്മായിൽ. ബഹുമാനപ്പെട്ട ഇബ്രാഹിം ആ മോന്റെ ഓടലും ചാടലും കളിയും കണ്ട് ദീർഘശ്വാസം വലിക്കുകയാ. ഹാജറാനോട് പറഞ്ഞു, ഹാജറ, എനിക്ക് മോനെയും കൂട്ടിയിട്ടൊരു വഴിയിൽ സഞ്ചരിക്കണം, എത്രയും പെട്ടെന്ന് ഒരുക്കണം. ആ മോൻ കൂടുതലൊന്നും ബാപ്പാനെ കണ്ടിട്ടില്ല. ബാപ്പ യാത്രയിലാണ്. ഇത്രയും യാത്ര ചെയ്തൊരു പ്രവാചകൻ വേറെ ഉണ്ടായിട്ടില്ല ഇബ്രാഹിം നബിയെ പോലെ. ഇത്രയും കാലം ദീർഘമായ യാത്രകൾ, ദീർഘ യാത്രകൾ ചെയ്തൊരു പ്രവാചകൻ വേറെ ഉണ്ടായിട്ടില്ല ചരിത്രത്തിൽ. അതുകൊണ്ട് തന്നെ ഇസ്മായിലിനെ കൂടുതലൊന്നും ലാളിക്കാൻ സമയം കിട്ടിയിട്ടില്ല ഇബ്രാഹിമിന്. ഇറാഖിൽ ജീവിച്ച ഇബ്രാഹിമോട് അല്ലാഹു തആല ഇറാനിൽ പോയി താമസിക്കാൻ പറഞ്ഞു. കുറെ കാലം ജീവിച്ചപ്പോൾ അവിടെ നിന്ന് പറഞ്ഞു സിറിയയിലേക്ക് പോകാൻ. സിറിയയിൽ ജീവിക്കുന്ന സമയത്ത് പറഞ്ഞു, വേണ്ട, മക്കത്തേക്ക് പോകണം, ആദ്രാനി മോനെയും കൂട്ടിയിട്ട്. മക്കത്ത് ജീവിച്ചോണ്ടിരിക്കുമ്പോൾ പറഞ്ഞു, മോനെയും ഉമ്മാനെയും ആക്കിയിട്ട് സിറിയയിലേക്ക് തന്നെ തിരിച്ചു പോകണം. സിറിയയിൽ ജീവിച്ചോണ്ടിരിക്കുമ്പോൾ പറഞ്ഞു, പോരാ, വേണം, മക്കത്തേക്ക് പോകണം. അങ്ങനെ യാത്ര യാത്ര യാത്ര, അള്ളാഹുവിന്റെ കൽപ്പന അനുസരിച്ചുള്ള യാത്ര. അതുകൊണ്ട് തന്നെ ആ ബാപ്പാക്ക മോനെ കൂടുതലൊന്നും ലാളിക്കാനോ ചിരിപ്പിക്കാനോ കളിപ്പിക്കാനോ അവസരം കിട്ടിയിട്ടില്ല. അവസാനത്തെ കൽപ്പന എന്താണ്? കളിപ്പിക്കാനും ചിരിപ്പിക്കാനും ഒന്നിച്ചടക്കാനും പ്രായമായപ്പോൾ അള്ളാന്റെ കൽപ്പന, ഓ ഇബ്രാഹിം, അറുക്കണം. ആ മോൻ വേണ്ട. എന്തിനാണ് സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, ഇബ്രാഹിം ഇസ്മായിലിനെ അറുക്കാൻ പറഞ്ഞത്? ഇസ്മായിലിനുള്ള ദേഷ്യം കൊണ്ടാണോ? ആദരാനുള്ള ദേഷ്യം കൊണ്ടാണോ? അല്ല. ഇബ്രാഹിമിന്റെ മനസ്സിൽ അള്ളാഹു അല്ലാത്ത മറ്റെന്തെങ്കിലും ആശ്രയത്വം വന്നുകൂടിയിട്ടുണ്ടോ എന്ന് അള്ളാഹ്ക്ക് അറിയണം. വലഖദ് ഫതന്ന الذين من قبلهم فليعلمن الله الذين صدقوا وليعلمن الكاذبين. അല്ലാഹു തആല പറഞ്ഞു, അഹസിബൻ നാസ് അൻ യുത്റകു അൻ യഖൂലു ആമന്നാ ഫഹും ലാ യുഫ്തനൂൻ. മുഅ്മിനീങ്ങൾ വിചാരിച്ചു പോയോ, മുസ്ലിമീങ്ങൾ വിചാരിച്ചു പോയോ, ഞാനൊരു മുസ്ലിമാണ്, ഞാനൊരു മുവഹിദാണ് എന്ന് നാവുകൊണ്ട് പറഞ്ഞതുകൊണ്ട് മാത്രം നിങ്ങളെ ഞാൻ അങ്ങ് വിട്ടേക്കുമെന്ന് വിചാരിച്ചു പോയോ? ഫഹും ലാ യുഫ്തനൂൻ. നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞത് ശരിയാണോ തെറ്റാണോ, ശരിയായ രീതിയിലാണോ തെറ്റായ രീതിയിലാണോ എന്ന് പരീക്ഷിക്കാതെ നിങ്ങളെ ഞാൻ അങ്ങ് വിടുമെന്ന് നിങ്ങൾക്ക് തോന്നിപ്പോയോ? വലഖദ് ഫതന്ന الذين من قبلهم. നിങ്ങളെ പൂർവികന്മാരായ അമ്പിയാക്കളെ ഞാൻ പരീക്ഷിച്ചിട്ടുണ്ട്, മുർസലീങ്ങളെ ഞാൻ പരീക്ഷിച്ചിട്ടുണ്ട്, ഔലിയാക്കളെ ഞാൻ പരീക്ഷിച്ചിട്ടുണ്ട്. ഞാൻ പരീക്ഷിച്ചത് മുഴുവനും അവരെയാണ്. എന്തിന്? ഫലയഅലമന്ന അല്ലാഹു الذين صدقوا وليعلمن الكاذبين. അവർ ചെയ്ത ഷഹാദത്ത് സിദ്ഖാണോ, അവർ ചെയ്ത ഷഹാദത്ത് കദിബാണോ എന്ന് എനിക്ക് അറിയണം. അതിനു വേണ്ടിയിട്ടാണ് എല്ലാവരും ഫസ്റ്റ് റാങ്കോടെ ജയിച്ചു. വജഅൽനാ മിൻഹും അഇമ്മത്തൻ യഹ്ദൂന ബിഅംരിനാ ലമ്മാ സബറു വകാനൂ ബിആയാതിനാ യൂഖിനൂൻ. ഇതന്നെ അള്ളാഹു നമ്മുടെ കാര്യത്തിൽ സ്വീകരിച്ചിരിക്കുന്നത്. പൂർവികന്മാരായ നബിമാരുടെ കാര്യത്തിൽ എന്ത് നയമാണോ അള്ളാഹു സ്വീകരിച്ചത്, അതേ നയമാണ് മുഹമ്മദ് മുസ്തഫാന്റെ ഉമ്മത്തിലെ മുവഹിദുകളുടെ കാര്യത്തിൽ അള്ളാഹു സ്വീകരിക്കുക. മുഹമ്മദ് മുസ്തഫാന്റെ ഉമ്മത്തിലെ മുവഹിദുകളുടെ കാര്യത്തിൽ അള്ളാഹു സ്വീകരിക്കുന്ന സുന്നത്ത് എന്തായിരിക്കും? പൂർവികന്മാരായ അംബിയാ മുസ്ലിങ്ങളുടെ കാര്യത്തെ സ്വീകരിച്ച നയമായിരിക്കും. ഇത് എപ്പോഴും നമ്മളെ ബോധവാന്മാരാകണം. അപ്പോഴാണ് നമ്മുടെ മനസ്സിലൊരു ശൈത്താനിയത്ത് കടന്നുകൂടുക. അതിനെന്താണ് നമുക്ക് യോഗ്യത? പൂർവികന്മാരായ പ്രവാചകന്മാരെ പറ്റി പറയാൻ, പൂർവികന്മാരായ നബിമാരോടൊപ്പം ചേരാൻ നമുക്കെന്താണ് യോഗ്യത? നമ്മൾ ഇന്നലെ വന്നോൻ, നമുക്കൊന്നും അറിയില്ല, നമ്മളൊന്നും പഠിച്ചിട്ടില്ല, ഒരു തരത്തിലുള്ള അഡ്രസ്സും ഇല്ല, കുടുംബ അഡ്രസ്സും ഇല്ല, ഞങ്ങൾ പണ്ഡിതന്മാരെ മക്കളുമല്ല, ഞങ്ങളുടെ വേറെപ്പെട്ടവരുടെ മക്കളുമല്ല, സാദാ സീതാ ജനങ്ങൾ. ഞങ്ങൾ ഇന്നലെയാണ് തൗഹീദുമായിട്ട് ബന്ധപ്പെട്ടത്, പിന്നെ ഞങ്ങൾക്ക് എന്ത് അഡ്രസ്സാണ്? ഒരിക്കലും അങ്ങനെ ചിന്തിച്ചു പോകരുത്. അത് ശൈത്താനിൽ നിന്നുണ്ടാകുന്ന ചിന്തയാണ്. അത് ശൈത്താനിൽ നിന്നുണ്ടാകുന്ന ചിന്തയാണ്. എന്തുകൊണ്ട്? അല്ലാഹു തആല ഹിദായത്ത് നൽകാൻ തീരുമാനിച്ചവരുടെ ചരിത്രം പരിശോധിച്ചു നോക്കിയാൽ യോഗ്യതയുള്ളവരെ തള്ളുകയും ഒരു യോഗ്യതയും ഇല്ലാത്തവരെ തെരഞ്ഞെടുക്കുകയും ചെയ്തതായിട്ട് കാണാം. ഉദാഹരണം, അഷ്റഫുൽ ഖൽക്കിന്റെ മൂത്താപ്പ അബൂ താലിബ് 100% യോഗ്യനാണ്. ഖുറൈശി കുലത്തിലെ പ്രമാണിയാണ് അബൂ താലിബ്. അബ്ദുൽ മുത്തലിബിന്റെ മൂത്ത മോനാണ് അബൂ താലിബ്. അബൂ താലിബ് മാന്യനാണ്.
അബൂ താലിബ് പുരോഗമനവാദിയാണ് ആ കാലഘട്ടത്തിലെ. അബൂ താലിബിന്റെ അന്തസ്സും അഭിമാനവും ചരിത്രം രേഖപ്പെടുത്തിയതാ. നാട്ടുകാരെ മുഴുവനും കള്ളുകുടിച്ച് ലക്കുകെട്ടപ്പോൾ അബൂ താലിബ് മദ്യം തൊട്ടിട്ടില്ല. നാട്ടുകാർ പെൺമക്കളെ കൊന്നിട്ട് തറവാടിത്തം വിളമ്പിയപ്പോൾ അബൂ താലിബ് ഒരു മോളെപ്പോലും കൊന്നിട്ടില്ല. അറബികളായ മുശ്രിക്കുകളായ ഖുറൈശികൾ ചൂതാട്ടത്തിൽ കോടിക്കണക്കിന് ചൂതാട്ടം നടത്തി കോടികൾ സമ്പാദിച്ചപ്പോൾ അബൂ താലിബ് ആ വഴിക്കെടുത്തിട്ടില്ല. പലിശക്കച്ചവടം നടത്തിയിട്ട് വ്യക്തികൾ കോടീശ്വരന്മാരായപ്പോൾ പട്ടിണി കിടന്ന് ജീവിച്ച കുടുംബമായിരുന്നു അബൂ താലിബിന്റേത്. അതുകൊണ്ടാണ് ജഅഫർ നബി താലിബിനെ വേറൊരു ജ്യേഷ്ഠൻ പോറ്റി, അലി നബി താലിബിനെ റസൂലുള്ളാഹി തങ്ങൾ പോറ്റി. കാരണം അബൂ താലിബിന്റെ ദാരിദ്ര്യം കാരണത്താൽ മക്കളെ അനിയന്മാരെടുത്തും ഒട്ടടുത്തും ജീവിക്കായത് പതിവ്. അങ്ങനെയാണ് അലി അഷ്റഫുൽ ഖൽക്കിന്റെ ഒന്നിച്ചെത്തിയത്. മൂത്താപ്പാന്റെ മോനെ റസൂലുള്ളാഹി തങ്ങൾ ഏറ്റെടുത്തു, അലിയിനെ. അങ്ങനെയാണ് കുട്ടിപ്രായത്തിൽ തന്നെ അലി നബി തങ്ങളോടൊപ്പം വന്നത്. മാത്രവുമല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനില് അഷ്റഫുൽ ഖൽക്കിന്റെ കഫാലത്തിനെ സംബന്ധിച്ച് സംസാരിച്ചപ്പോൾ അബൂ താലിബിനെയാണ് പറഞ്ഞത്. അലം യജിദുക യതീമൻ ഫആവാ ഐ ആവാ ഇലാ അമ്മിഹി അബീ താലിബ് എന്ന തഫ്സീറിലുള്ളത്. ഉമ്മയും മരിച്ചു, ബാപ്പ ഉപ്പയും മരിച്ചു. ഉപ്പയും മരിച്ചപ്പോൾ മുഹമ്മദ് മുസ്തഫാന്റെ കഫാലത്ത് ഉത്തരവാദിത്തപ്പെട്ട കയ്യിലാണ് ഏൽപ്പിച്ചത് എന്ന് അല്ലാഹു തആല പറഞ്ഞു. അതാരാണ്? അത് അബൂ താലിബാണ്. എന്നാൽ അഷ്റഫുൽ ഖൽക്കായ മുത്തായ മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നുബുവത്ത് കിട്ടിയതിന് ശേഷം സ്വന്തക്കാരെയും ബന്ധക്കാരെയും ഇക്കാര്യം അറിയിക്കുന്നതിനോടൊപ്പം അബൂ താലിബിന്റെ വീട്ടിലും കയറി ചെന്നു. രാവിലെയും വൈകുന്നേരവും അബൂ താലിബിന്റെ വീട്ടിൽ കയറി ചെന്നു റസൂലുള്ളാഹി തങ്ങൾ. എന്നിട്ട് പറഞ്ഞു, മൂത്താപ്പ, അള്ളാഹുവിനെ അംഗീകരിച്ചാൽ പോരാ, അള്ളാഹു മാത്രമാണെന്ന് അംഗീകരിക്കണം. അള്ളാഹു ഉണ്ടെന്ന് അംഗീകരിച്ചതുകൊണ്ട് ഈമാനാവൂല, അള്ളാഹു മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞാലേ ഈമാനാവുകയുള്ളൂ. അഷ്റഫുൽ ഖൽക്കിന്റെ ദഅവത്ത് അല്ലാഹ് ഉണ്ട് എന്ന് പറഞ്ഞു കൊടുക്കലല്ല. കാരണം അള്ളാഹിനെ അറിയാത്തവരാരും ഖുറൈശികളുടെ കൂട്ടത്തിൽ നിന്നുണ്ടായിട്ടില്ല. ഈ പ്രപഞ്ചത്തിന്റെ ഉടമസ്ഥൻ അള്ളാഹു ആണെന്ന് അറിയാത്ത ഒരാളും അന്ന് ഖുറൈശികളുടെ കൂട്ടത്തിൽ ഉണ്ടായിട്ടില്ല. ഈ ആകാശഭൂമിന്റെ ഉടമസ്ഥൻ അള്ളാഹു ആണെന്ന് അറിയാത്ത ഒരൊറ്റാളും ഖുറൈശികളുടെ കൂട്ടത്തിൽ ഉണ്ടായിട്ടില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്മാരെ നിയോഗിക്കാറുണ്ട് എന്നറിയാത്ത ഒരൊറ്റ മുശ്രിക്കും ആ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടില്ല. അള്ളാഹു തആല ഒരു പ്രവാചകനെ അയക്കാൻ സമയമായി എന്ന് വിശ്വസിക്കാത്ത ഖുറൈശികൾ ഉണ്ടായിട്ടില്ല. നിങ്ങൾ മനസ്സിലാക്കണം. നമ്മുടെ നാട്ടിൽ ചിലർ പ്രസംഗിക്കാറുണ്ട്, ഖുറൈശികൾ എന്ന് പറഞ്ഞാൽ അള്ളാഹ് എന്താണെന്ന് അറിയാത്തവരാണ്, പ്രവാചകൻ എന്താണെന്ന് അറിയാത്തവരാണ്, അവർ കല്ലിനെയും ഉള്ളിനുണ്ടാക്കിയിട്ട് അള്ളാഹ്ന്ന് പേരിട്ടിട്ട് പൂജിക്കുന്നവരാണ്. ചരിത്രത്തിന് നേരെ കണ്ണടക്കരുത്. സമൂഹത്തിൽ വിവരം കെട്ടവനെയും വിശ്വാസക്കുറവുള്ളവനെയും ചൂഷണം ചെയ്യാൻ വേണ്ടി കള്ളത്തരം ചരിത്രത്തിൽ ഉണ്ടാക്കരുത്. ഖുറൈശി കൂട്ടത്തെ പോലെ ഇത്രയും ചരിത്രപരമായി അറിയാവുന്നവർ ആരാണുള്ളത്? അല്ലാഹു തആല പറഞ്ഞത് എന്താ? ലീലാഫി ഖുറൈശ് ഈലാഫിഹിം റിഹ്ലത്തശ് ശിതാഇ വസ്സൈഫ് ഫൽയഅ്ബുദു റബ്ബ ഹാദൽ ബൈത്തില്ലദീ അത്അമഹും മിൻ ജൂഅ് വആമനഹും മിൻ ഖൗഫ്. റസൂലുള്ളാഹി തങ്ങൾ വരുന്നതിന് മുമ്പേ കഅബത്തിന്റെ അഡ്രസ്സിൽ സിറിയയിലേക്കും ഷാമിലേക്കും അതേപോലെ യമനിലേക്കും റോമൻ രാജ്യങ്ങളിലേക്കും കച്ചവട സംഘ യാത്ര നടത്തിയവരാണ് ഖുറൈശികൾ. അവർ കഅബാലയത്തെ പറ്റി അഭിമാനമുള്ളവരാണ്. മൂസനബിന്റെയും ഈസനബിന്റെയും അനുയായികളിൽ നിന്ന് ഞങ്ങൾ കഅബാലയത്തിന്റെ പാലകന്മാരാണെന്ന് പറഞ്ഞിട്ടാണ് ബിസിനസ് നടത്താറ്. ഇവരാണോ സുഹൃത്തുക്കളെ ചരിത്രം അറിയാത്തവർ? ഞാൻ നിർത്തണോ? സമയം പോകുന്നുണ്ടോ? ഇവരാണോ ചരിത്രം അറിയാത്തവർ? ഈ ഖുറൈശികളാണോ ചരിത്രം അറിയാത്തവർ? ഈ ഖുറൈശികളാണോ പ്രവാചക സംഭവം അറിയാത്തവർ? മൂസനബിന്റെ അനുയായികളായ ജൂതന്മാരുമായിട്ട് കച്ചവട ബന്ധങ്ങളില്ല ഇവർക്ക്? ഈസനബിന്റെ അനുയായികളായ ക്രിസ്ത്യാനികളുമായിട്ട് കച്ചവട ബന്ധമില്ല ഇവർക്ക്? റോമൻ പേർഷ്യൻ സാമ്രാജ്യത്വ ശക്തികളുമായിട്ട് കച്ചവട ബന്ധമില്ല ഖുറൈശികൾക്ക്? ഈ നാട്ടിലൊന്നും പോയപ്പം കഅബ എന്താണെന്ന് ഇബ്രാഹിം നബി എന്താണെന്ന് അറിയാത്ത പൊട്ടന്മാരാണോ ഖുറൈശികൾ? ബഹുമാനമുള്ളവരെ, അള്ളാഹിനെ അംഗീകരിച്ചാൽ മതി. ഏത് കാഞ്ഞിരക്കുറ്റിക്കും കുമ്പളത്തിന് കുഴപ്പമില്ല എന്ന് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി ഇങ്ങനെയാണ് അവർ പറയാറ്. അള്ളാഹിനെ അംഗീകരിച്ചാൽ മതി, ലാ ഇലാഹ ഇല്ലല്ലാഹ് ദിക്റില്ലാ മതി, പിന്നെ എന്ത് ചെയ്താലും കുഴപ്പമില്ല. എങ്കിൽ പിന്നെ അബൂജഹൽ എന്താണ് കുഴപ്പം? അബൂജഹൽ നന്നായിട്ട് അള്ളാഹുവിനെ അറിയാവുന്നവനല്ലേ? എന്തിനാണ് സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, സൂറത്തുൽ ബയ്യിന ഇറങ്ങിയത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രവാചകനായി നിയോഗിക്കപ്പെടുന്നതിന് മുമ്പ് മക്ക മുക്കറമയിൽ ഖുറൈശി തറവാട്ടിൽ നബി വരുന്നുണ്ട് എന്ന് വിശ്വസിച്ചവരല്ലേ ഖുറൈശികൾ? അതിനുവേണ്ടി കുപ്പായം തുന്നി കാത്തിരുന്നവരായിരുന്നില്ലേ പേരമാൾമാർ? ഉത്തുബത്ത് കുപ്പായം തുന്നി കാത്തിരുന്ന ആളല്ലേ നബിത്വത്തിന് വേണ്ടി? ഷൈബത്ത് കുപ്പായം തുന്നി കാത്തിരുന്നവരല്ലേ? വലീദ് കുപ്പായം തുന്നി കാത്തിരുന്നവരല്ലേ? ഉമയ്യത്ത് കുപ്പായം തുന്നി കാത്തിരുന്നവരല്ലേ? ഇനി വരാൻ പോകുന്ന പ്രവാചകൻ ഖുറൈശി കുടുംബത്തിലാണെന്ന് കേട്ട അന്ന് മുതലേ പലരും അത് ആഗ്രഹിച്ചു നിന്നവരായിരുന്നില്ലേ? മുഹമ്മദ് മുസ്തഫ തങ്ങൾ ഞാനാണ് നബി എന്ന് പറഞ്ഞപ്പോൾ അവർ വിഘടിച്ചത് എന്തിനു വേണ്ടിയിട്ടാണ്? അങ്ങത്തൊരു നബിയും ഇല്ലെന്ന് അറിയാത്തതുകൊണ്ടല്ല, മറിച്ച് അവർ പ്രതീക്ഷിക്കാത്തൊരാൾ നബിയായി എന്നതുകൊണ്ടാണ്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്തിൽ ലം യകുനില്ലദീന കഫറൂ മിൻ അഹ്ലിൽ കിതാബി വൽ മുശ്രികീന മുൻഫക്കീന ഹത്താ തഅതിയഹുൽ ബയ്യിന. സുബ്ഹാനല്ലാഹ്. അല്ലാഹു തആല നബി ഞങ്ങളെ അറിയിച്ചു, ലം യകുനില്ലദീന കഫറൂ മിൻ അഹ്ലിൽ കിതാബ്, ജൂതന്മാരും നസാറാക്കളുമായ കിതാബിന്റെ അഹ്ലുകാർ, വൽ മുശ്രികീൻ,
മക്കത്തെ പുരോഹിതന്മാരായ മുശ്രിക്കുകൾ ഇവർ ആയിരുന്നില്ല മുംഫക്കീന, അവരാരും തന്നെ വിഘടിച്ചവരായിരുന്നില്ല, അവരാരും വേർപിരിഞ്ഞവരായിരുന്നില്ല, അവരാരും പ്രവാചകന്റെ കാര്യത്തിൽ അഭിപ്രായവ്യത്യാസമുള്ളവരായിരുന്നില്ല. ഒരു പ്രവാചകൻ വരുമെന്ന് വിശ്വസിച്ചവരായിരുന്നു. ഏതുവരെ? ഹത്താ തഅ്തിയഹുമുൽ ബയ്യിന, ഓ നബിയെ നിങ്ങൾ നബിയായിട്ട് വരുന്നത് വരെ. റസൂലും മിനല്ലാഹ്, ഏതാണ് ഈ ബയ്യിന? റസൂലും മിനല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലായ മുഹമ്മദ് മുസ്തഫ റസൂലായി വരുന്നത് വരെയും ഒരു പ്രവാചകനെ കാത്തിരിക്കുന്നവരായിരുന്നു അവർ. മുഹമ്മദ് മുസ്തഫ ഞാനാണ് ആ പ്രവാചകൻ എന്ന് പറഞ്ഞ് രംഗത്ത് വന്നപ്പോൾ അവരെന്താ പറഞ്ഞത്? ഞങ്ങൾ പ്രവാചകനെ അംഗീകരിക്കാം, ഈ ആട്ടിടയന്റെ മോനെ അംഗീകരിക്കാൻ സാധിക്കൂല എന്ന്. നബി തങ്ങളെ അവർ വിളിച്ചത് ആട്ടിടയന്റെ മോൻ. അതെ, ഹലീമാന്റെ ഭർത്താവ് ആട്ടിടയനാണ്. ഹലീമാന്റെ മുല കുടിച്ചു വളർന്നതാണ് അഷ്റഫുൽ ഖൽഖായ മുത്ത്. അതുകൊണ്ട് തന്നെ മുലകുടി ബന്ധത്തിൽ ഹലീമാന്റെ ഭർത്താവ് ബാപ്പയ, ആ ബാപ്പയിലേക്ക് ചേർത്തുകൊണ്ട് റസൂലാണെന്ന് പറഞ്ഞപ്പോൾ കുറേശികൾ കൊച്ചാക്കുമായിരുന്നു നബി തങ്ങളെ. ആട്ടിടയന്റെ മോനെ പ്രവാചകനെ അംഗീകരിക്കാൻ ഞങ്ങൾക്ക് പറ്റൂല. എന്തുകൊണ്ട്? തറവാടിത്തമുള്ള ഉത്തുബത്ത് ഷൈബത്ത് വലീദിനെ പോലുള്ള ആൾക്കാർ അള്ളാഹു തആല നബിയാക്കിയില്ല, അതുകൊണ്ട് മുഹമ്മദിനെ അംഗീകരിക്കാൻ കഴിയില്ല. എത്ര വ്യക്തമായിട്ട് അവർക്ക് അള്ളാഹുവിനെ പറ്റിയും അള്ളാഹിന്റെ പ്രവാചകനെ പറ്റിയും അറിയാം, നമ്മളെക്കാൾ നന്നായിട്ട്. എങ്ങനെ അറിയാതിരിക്കും? അവരെ മുമ്പിലല്ലേ സംസം കിണറുള്ളത്, അവരെ മുമ്പിലല്ലേ കഅബാലയം ഉള്ളത്, അവരെ മൂക്കിൻ്റെതായാലല്ലേ ആദിന്റെയും ഇറമിന്റെയും കോട്ട തകർന്നു കിടക്കുന്നത്, അവരെ മൂക്കിൻ്റെതായാലല്ലേ ഫറോവാന്റെ സാമ്രാജ്യം തകർന്നു കിടക്കുന്നത്. അവർക്കാണോ അള്ളാഹുവിനെ പറ്റി അറിയാത്തതും അള്ളാഹിന്റെ കഴിഞ്ഞുപോയ സംഭവങ്ങൾ അറിയാത്തതും? എന്നിട്ട് ഒരു ഉളുപ്പും ഇല്ലാതെ നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായ ജനങ്ങളോട് അബൂജഹൽ ഉത്തുബത്ത് ഷൈബത്തുമാർക്ക് അള്ളാഹ് എന്താണെന്ന് അറിയില്ല, അവർ അള്ളാഹ് എന്ന് പറഞ്ഞത് കഅബത്തിൽ പ്രതിഷ്ഠിച്ച കല്ലുകൊണ്ടുണ്ടാക്കിയ രൂപത്തിനാണ് അള്ളാഹ് പേരിട്ടിട്ട് അതിനാണ് ആരാധിച്ചത്, അതിനെ ആരാധിക്കേണ്ടാണ് അള്ളാഹിന്റെ റസൂൽ വന്നിട്ട് പറഞ്ഞത് എന്നല്ലാതെ അള്ളാഹിനെ അറിഞ്ഞവരോടല്ല. നമ്മൾ അള്ളാഹ് ഉണ്ടെന്ന് അറിഞ്ഞവരാണ്, അതുകൊണ്ട് നമുക്ക് ഏത് കാതിനെ കുറ്റം പോലും കൂപ്പിട്ടാലും കുഴപ്പമില്ല എന്നല്ലേ സാധാരണക്കാരായ ജനങ്ങളെ പറഞ്ഞ് വിശ്വസിപ്പിക്കുന്നത്. മനസ്സിലാക്കാൻ അള്ളാഹു തൗഫീഖ് നസീബാക്കി തരട്ടെ. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, ബഹുമാനപ്പെട്ട ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ആ പ്രിയപ്പെട്ട മോന്റെ കയ്യും പിടിച്ച് ഹാജറായോട് യാത്രയും പറഞ്ഞിറങ്ങി മിനാ പർവ്വതത്തിന്റെ താഴ്വാരത്തിലൂടെ. യാത്രയിലുടനീളം അള്ളാഹുവിന്റെ വഹദാനിയത്തിനെ പറ്റിയാണ് മോനോട് സംസാരിച്ചത്. അള്ളാഹുവിന്റെ മാലിക്കിയത്തിനെ പറ്റിയും ഖാലിക്കിയത്തിനെ പറ്റിയും തദബ്ബുരിയത്തിനെ പറ്റിയും, അഥവാ അള്ളാഹുവിന്റെ റുബൂബിയത്തിനെ സംബന്ധിച്ച്. റുബൂബിയത്ത് ബോധ്യപ്പെടുത്തി കൊടുത്തതിന് ശേഷം ഉലൂഹിയത്ത് മനസ്സിലാക്കി കൊടുത്തു ബഹുമാനപ്പെട്ട ഇസ്മായിൽ നബിക്ക് ബാപ്പ. ആ ഉലൂഹിയത്ത് അതെ അള്ളാഹുവിന്റെ മുമ്പിലും മാത്രമേ ഉള്ളൂ തലകുലിക്കൽ. മോനെ, ആ അള്ളാഹ് എന്തു പറഞ്ഞോ അതനുസരിച്ചേ പറ്റൂ. എന്തുകൊണ്ട്? ആ അള്ളാഹു ആണ് നമ്മുടെ റബ്ബ്. ബഹുമാനപ്പെട്ട ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാം ബാപ്പാനോട് മറുപടി പറയാൻ പാകത്തിൽ ബാല്യക്കാരനാണ്. സന്തോഷത്തോടു കൂടി തന്നെ ബാപ്പാനോട് ചോദിച്ചു, ബാപ്പ പറയും, എന്താണ് ബാപ്പാക്ക് പറയാനുള്ള കാര്യം? എന്തോ പ്രയാസം ബാപ്പാക്കുള്ളത് പോലെ തോന്നുന്നുണ്ടല്ലോ, എന്താണ് ബാപ്പാന്റെ മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കുന്ന വിഷയം? ധൈര്യമായിട്ട് പറ ബാപ്പ, ധൈര്യമായിട്ട് പറ. ബഹുമാനപ്പെട്ട ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ഒട്ടും ധൈര്യം വിടാതെ വിഷയം മോന്റെ മുമ്പിൽ അവതരിപ്പിച്ചു. അള്ളാഹു പറയട്ടെ ആ കാര്യം. എന്തു പറഞ്ഞു അള്ളാഹ്? ഖാല യാ ബുനയ്യ ഇന്നി അറാ ഫിൽ മനാമി അന്നി അദ്ബഹുക ഫൻദുർ മാദാ തറാ. സുബ്ഹാനല്ലാഹ്, ഇങ്ങനെയുണ്ടൊരു പരീക്ഷണം നമ്മളായിരുന്നുവെങ്കിൽ നിസ്സാരമായ പരീക്ഷണം വന്നപ്പോൾ നമ്മൾ ആകെ തകർന്ന് തരിപ്പണമായില്ലേ? എല്ലാം 4 വഴിക്ക് പോയില്ലേ? കോഴിക്കുഞ്ഞുങ്ങളെ മാതിരി. കോഴിക്കുഞ്ഞുങ്ങളെ 3 മാസം കഴിഞ്ഞപ്പോൾ ഒറ്റ ഒന്നും തള്ളേണ്ട ഒന്നിച്ചുണ്ടാവില്ല, എല്ലാം 4 വഴിക്കുണ്ട്. എന്താ അങ്ങനെ സംഭവിച്ചു പോയത്? എന്തോ ഒരു ബോധവൽക്കരണത്തിന്റെ കുറവ് നമുക്ക് സംഭവിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം പൊന്നുമോനോട് കാര്യങ്ങൾ തുറന്നു പറയുകയാണ്. യാ ബുനയ്യ, ഓ പൊന്നുമോനെ, ഇന്നി അറാ ഫിൽ മനാം, സ്വപ്നത്തിൽ എനിക്ക് വഹി വന്നിട്ടുണ്ട്. പ്രവാചകന്മാർക്ക് 3 രീതിയിലാണ് സ്വപ്നം വഹി ഉണ്ടാകുക. ഒന്ന് നേർക്ക് നേരെ ജിബ്രീൽ വായിച്ചു കൊടുക്കും, പിന്നെ ഒന്ന് സ്വപ്നത്തിലൂടെ, പിന്നെ ഒന്ന് അശരീരിയിലൂടെ. ഈ രീതിയിലാണ് പ്രവാചകന്മാർക്ക് വഹി ഉണ്ടാകുക. ഇബ്രാഹിമിന് വന്ന വഹി സ്വപ്നത്തിലാണ്. ആദ്യം കണ്ടു, പിന്നെയും കണ്ടു, പിന്നെയും കണ്ടു. യാഥാർത്ഥ്യമുള്ള വഹിയാണ്. പ്രവാചകന്മാരെ ശൈത്താൻ ഉപദ്രവിക്കില്ല ഈ വിഷയത്തിൽ. ബഹുമാനപ്പെട്ട ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം തീരുമാനമെടുത്തു വന്നതാണ്, മോനെ, അള്ളാഹു സ്വപ്നത്തിൽ എന്നെ അറിയിച്ചിട്ടുണ്ട് നിന്നെ അറുക്കാൻ. ഫൻദുർ മാദാ തറാ, നിനക്ക് എന്തെങ്കിലും പറയാണ്ടെങ്കിൽ പറ മോനെ. ഇങ്ങനെയുണ്ടാ പാപ്പ? എന്തെങ്കിലും പറയാണ്ടെങ്കിൽ പറ മോനെ. ഫൻദുർ മാദാ തറാ. പരിശുദ്ധ ഖുർആന്റെ സാഹിത്യഭംഗി പരിശോധിക്കുന്നവർക്കും അറബി അറിയുന്നവർക്കും അത് ആസ്വദിക്കാൻ കഴിയും ആ വാചകം. ഫൻദുർ മാദാ തറാ. ബഹുമാനപ്പെട്ടവരെ, തീയിൽ മുളച്ചത് വെയിലത്ത് വാടുകയില്ല എന്ന് പഴഞ്ചൊല്ലുണ്ട്. അതേപോലെ 10 ഗുണം 10 ഗുണമല്ലേ? ഇബ്രാഹിമിന്റെ സന്തതിയല്ലേ?
ഖിയാമത്ത് നാൾ വരെ ഈമാന്റെ നേതാവാക്കാൻ പോകുന്ന ഇബ്രാഹിം ചെറുപ്പക്കാർക്കും കുട്ടികൾക്കും മാതൃകയാക്കിയത് ഇസ്മായിലിനെയാണ്, പെണ്ണുങ്ങൾക്ക് മാതൃകയാക്കിയത് ഹാജറയാണ്. നമ്മളെ മൂന്നാളെയും വിട്ടു.